കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. നാം പാടിയതുപോലെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിന് നമ്മോട് സംസാരിക്കുവാനുള്ളത് കേൾക്കുവാൻ ലഭ്യമാകുന്ന സന്ദർഭങ്ങൾ അത് അനുഗ്രഹീതമായ സന്ദർഭങ്ങളാണ്. ദൈവവചന കേൾവിയും അതിൻ്റെ അനുസരണവും നമുക്ക് ഉണ്ടാക്കുന്ന നന്മകൾ ചെറുതല്ല, അത് വളരെ വിലയേറിയതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ആ നിലയിൽ ദൈവവചനം നമുക്ക് നൽകുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും ദൈവവചനം പഠിക്കുവാൻ നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് യഥാസ്ഥാനപ്പെടുക എന്നുള്ള ഒരു തലക്കെട്ടിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുന്നത് പോലെ ചില കാര്യങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ യഥാസ്ഥാനത്വം ആവശ്യമായി തൻ്റെ ജനത്തിന് വരുന്നത് ദൈവകൽപ്പനകളുടെ ലംഘനം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏതെല്ലാം മേഖലകളിലാണ് ലംഘനമുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് കഴിഞ്ഞ നാളുകളിൽ ധ്യാനിച്ച് വരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് തുടർന്നും ധാരാളം പ്രകാശനം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നൽകുവാൻ ഇട തരുമാറാകട്ടെ. നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, യഹോവയെയും അവൻ ഇസ്രയേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അതിൻ്റെ കാരണങ്ങൾ നാം കണ്ടു. ഒന്ന്, തലമുറകളോട് ഈ കാര്യങ്ങൾ അവർ പറഞ്ഞില്ല, അവരെ അത് പരിശീലിപ്പിച്ചില്ല. രണ്ട്, നാം കണ്ടു, അവർ ഏതൊരു സ്ഥലത്താണോ ചെല്ലുന്നത് ആ സ്ഥലത്തുള്ളതായിരിക്കുന്ന യാതൊരു മര്യാദകളും അവർ പാലിക്കുവാനായിട്ട് പാടില്ല. എന്നാൽ അതാണ് രണ്ടാമത് അവർക്ക് കൊടുത്ത നിർദ്ദേശം. എന്നാൽ അതും അവർ ലംഘിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നാം കണ്ട ഒരു കാര്യമാണ്. ഇനി നാം അതിൻ്റെ മുന്നോട്ട് തന്നെ നമ്മൾ പോവുകയാണ്. ചില കാര്യങ്ങൾ കൂടെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വേറൊരു തലമുറ ഉണ്ടായതിൻ്റെ, അതായത് ദൈവത്തെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയോ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് നമ്മൾ ചിന്തിക്കുവാനായിട്ടാണ് പോകുന്നത്. എന്തെല്ലാം പ്രതിഫലനങ്ങളാണ്, ദോഷങ്ങളാണ് അത് നിമിത്തം ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. അപ്പോൾ അവിടെ യോശുവയുടെ മരണശേഷം നമ്മൾ കണ്ടു, യോശുവയ്ക്കും ചില മൂപ്പന്മാർക്കും ശേഷമാണ് ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായത്. അപ്പോൾ യോശുവയുടെ മരണശേഷം ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. അതാണ് നാം അവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടം ആരാനറിഞ്ഞിരുന്ന ഒരു തലമുറയായിരുന്നു ആദ്യത്തെ തലമുറ. ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിച്ചു മനസ്സിലാക്കിയ ഒരു തലമുറ. എന്നാൽ അതേ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം, അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരംഭത്തിങ്കൽ ദൈവ ഇഷ്ടം ചോദിച്ച് മനസ്സിലാക്കി അതിന് തക്കവണ്ണം ജീവിതം ക്രമീകരിച്ചിരുന്നതായ ആ ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനം, അവര് ദൈവത്തെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയോ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായപ്പോൾ സംഭവിച്ച ആ ഭവിഷ്യത്താണ് ഒടുവിലെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. എന്ത്? ദൈവം ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ
ജീവനുള്ള നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ തലമുറകളോട് നാം പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ അതിൽ വരുന്നതായ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് താങ്കൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു തലമുറ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യഹോവയുടെ ഇഷ്ടം ചോദിച്ചിരുന്നതായ ഒരു തലമുറ, അവർക്ക് സ്വയമായി ഒരു ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖന പഠനത്തിൽ നമ്മൾ കണ്ടു, അന്ത്യകാലത്ത് ഉണ്ടാകുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച് വായിച്ചു. മനുഷ്യർ സ്വസ്നേഹികൾ ആകും. അപ്പോൾ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കുന്ന, സ്വയത്തിലേക്ക് തിരിയുന്നതായ ഒരു ജീവിതം ഉണ്ടാകുവാൻ കാരണമാകുന്നു. എപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിക്കേണ്ട സ്ഥാനത്ത് നിന്ന് ആളുകൾ അധപ്പതിക്കപ്പെട്ടു പോയത് ഏതിലേക്കാണ്? എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇവിടെ നമ്മൾ അറിയണം, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് അന്നും ഏത് കാലത്തുമുള്ള ഒരു വലിയ പരാജയം എന്താണ്? എനിക്ക് എൻ്റെ ഇഷ്ടം, എൻ്റെ തീരുമാനം, എൻ്റെ വഴി, എൻ്റെ സ്വാതന്ത്ര്യം, ഇതാണ് എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം. ഇന്ന് ഒരു ദൈവദാസനിട്ടതായ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കണ്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി, ആ ഒരു മനുഷ്യൻ ഇങ്ങനെ പട്ടം പറത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ പട്ടത്തിൻ്റെ താല്പര്യം എന്താണെന്നറിയോ? എനിക്കിങ്ങനെ ഈ ഒരു വള്ളിയിൽ ഇങ്ങനെ മറ്റൊരാള് കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് അത്ര താല്പര്യമല്ല. ഈ പട്ടം പറയുന്ന കാര്യമാണ്. എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്, എനിക്ക് സ്വാതന്ത്ര്യം വേണം. ഇനി അങ്ങനെ തോന്നി ആ പട്ടത്തിന്റെ നൂല് പൊട്ടിപ്പോയാൽ പിന്നെ ആ പട്ടത്തിന് പറക്കാൻ പറ്റുമോ? അതോടെ തീർന്നു ഇല്ലേ? പട്ടം എന്ന് പറയുന്നത് അതിൻ്റെ നിലനിൽപ്പ് തന്നെ ആ നൂലിലാണ്. എന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതമാകുന്ന ഈ പട്ടത്തെ നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് പറക്കണമെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ചിലപ്പോ ദൈവദാസന്മാരാൽ, ദൈവത്തിന്റെ വചനത്താൽ നമ്മെ എന്ത് ചെയ്യുന്നു? നമ്മെ നിയന്ത്രിക്കുകയാണ്. ആ നിയന്ത്രണം ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ അങ്ങനെ ആരും നിയന്ത്രിക്കണ്ട, എനിക്കങ്ങനെ ആരും പ്രത്യേക അഭിപ്രായമൊന്നും പറഞ്ഞു തരണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം, എൻ്റെ വീട്ടിലെ കാര്യം എങ്ങനെയെന്ന് എനിക്കറിയാം, എൻ്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം, എൻ്റെ ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം, എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം, എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടണമെന്ന് എനിക്കറിയാം, നിങ്ങളാരും എന്നെ നിയന്ത്രിക്കേണ്ട. അത് അപകടമാണ്. ആ പോക്ക് അപകടമാണ്. ആ ചിന്ത അപകടമാണ്. കാരണം ഒരു പട്ടം അത് നിലനിൽക്കുന്നത് തന്നെ ആ ചരടിലാണ്. ആ ചരടുമായ ബന്ധം എപ്പോൾ നഷ്ടമാകുമോ അപ്പോൾ ആ പട്ടം തലകുത്തി താഴെ വീണിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മെ ആരെങ്കിലും ആത്മീകമായ കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോട് മുറുമുറുപ്പ് കാണിക്കരുത്, ആ വ്യക്തിയോട് അനിഷ്ടം തോന്നരുത്, ആ വ്യക്തിയോട് ഒരു കാരണവശാലും പിണങ്ങരുത്. കാരണം എന്താണ്? ആ വ്യക്തിയാണ് എന്ന് പറഞ്ഞ മൂക്കുകുത്തി വീഴാതെ, നിന്റെ ജീവിതം നശിച്ചു പോകാതെ നിന്നെ നിലനിർത്തുവാൻ സഹായിക്കുന്നത് ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സഭയാണ്. ദൈവം അതിനായിട്ടാണ് ദൈവദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പോകുവാൻ വേണ്ടിയല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടമല്ല ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് ആരും സ്വാതന്ത്ര്യം കൂടുതലായി ആരും അന്വേഷിക്കേണ്ട. എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് അങ്ങനെ ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടതുപോലെ ഒന്നും ആകാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റണം. അതാണ് ക്രിസ്തീയ ജീവിതം. നാം അറിയാതെയുള്ളതായ ഒരു നിയന്ത്രണം നമുക്ക് അന്യോന്യം ഉണ്ട്. ഒരു ചരടിൽ കോർത്ത മുത്തുകൾ എന്ന പോലെ ആ ചരട് പൊട്ടിപ്പോയാൽ പിന്നെ അതിലുള്ള മുത്തുകൾ അത് ചിതറിക്കപ്പെടും. അവിടെ അതിന് പിന്നെ നിലനിൽപ്പില്ല. എന്നതുപോലെ നാം അറിയുക, ദൈവത്തിന്റെ ഇഷ്ടം അതിൽ നാം കൂടുതൽ സെൻറ്റേർഡ് ആകണം. അതായിരിക്കണം നമ്മുടെ പരിഗണന.
അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ ഒരു കാരണവശാലും നമുക്കിടയാകരുത്. അതൊരു മുന്നറിയിപ്പായിട്ട് എല്ലാ ദൈവമക്കളും കരുതുക. ഏത് കാര്യത്തിനും എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അന്വേഷിക്കണം. എന്നിട്ട് ദൈവത്തോട് പറയാൻ പറ്റണം, കർത്താവേ, ഈ കാര്യം ഇത് അങ്ങേക്ക് ഇഷ്ടമല്ല എങ്കിൽ എനിക്കും ആ കാര്യം ഇഷ്ടമല്ല. മനസ്സിലായോ? ഈ സ്വഭാവം അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ല. ഈ വഴി അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് 100% സമർപ്പിക്കുവാൻ കഴിയുന്നിടത്ത് മാത്രമേ ദൈവത്തിന്റെ ജനം എന്ന പേരിൽ അർത്ഥമുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം. ഇനി ഞാൻ മുൻപോട്ട് പോകട്ടെ. അവിടെ നമ്മൾ വായിച്ചതുപോലെ എന്താ സംഭവിച്ചത്? 21-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്താണ്? വിശ്വാസത്യാഗത്തിലേക്ക് അവർ എന്ത് ചെയ്യപ്പെട്ടു? അവർ വഴി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ആ മോളിത്തെ സ്വിച്ച് റൈറ്റ് സൈഡിലെ അത്. അപ്പോൾ ഓർത്തതുപോലെ ദൈവത്തിന്റെ ഹിതം ചെയ്യുക. 1-2 വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊന്ന് വായിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കും 4:2. ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇനി ദൈവമക്കൾ ജീവിക്കേണ്ടത് എങ്ങനെയല്ല? മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കണം. നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത്? ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. എന്നാൽ ഇന്ന് കഷ്ടമാണ്. ദൈവമക്കളായ നമ്മെ പോലും ഇന്ന് പലരും നിയന്ത്രിക്കുകയാണ്. പല മനുഷ്യരും നമ്മെ നിയന്ത്രിക്കുകയാണ്. അതെങ്ങനെ നമുക്കറിയാൻ പറ്റും? ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിന്റെ വഴികളിൽ നിന്നും നമ്മൾ പതുക്കെ വ്യതിചലിക്കുകയാണ്. ആരുടെയൊക്കെയോ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട്, മറ്റാരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ട്, അല്ല ഒരു തരം മത്സര ബുദ്ധിയാൽ ഇങ്ങനെയും പോകാം എന്നുള്ള ചിന്തയിൽ മനുഷ്യരുടെ മോഹങ്ങൾക്ക്, മനുഷ്യർ മുൻപോട്ട് വയ്ക്കുന്ന മോഹങ്ങൾക്ക് ദൈവത്തിന്റെ മക്കൾ വശംവദരായി മാറുന്ന വലിയ കഷ്ടം ഇന്ന് ദൈവമക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ ആരുടെ ഇഷ്ടമാണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടമല്ല ചെയ്യുന്നതെങ്കിൽ നാം അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ചെയ്യേണ്ടത്, അതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം മറന്ന് മനുഷ്യരുടെ ഇഷ്ടമാണ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പാപം ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് വീഴ്ചകൾ ഇന്നത്തെ തലമുറയിൽ ദൈവമക്കൾക്ക് വന്ന് ഭവിക്കുന്നുണ്ട്. റോമലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പരിചയമുള്ള വാക്യമാണ്. അവിടെയും വായിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തോട് അനുരൂപപ്പെടുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകൂ. ദൈവഹിതം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കണം. ഒരു വ്യക്തിയോട് ചേർന്ന് നടന്നാൽ നമുക്കറിയാം ആ വ്യക്തിയുടെ ഇഷ്ടവും അനിഷ്ടവും നമുക്കറിയാം. നാം ദൈവത്തോട് കൂടെയാണ് നടക്കുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ തീയും വെള്ളവും ഒക്കെ കണ്ടാൽ മനസ്സിലാകുന്ന പ്രായത്തിലേക്ക് ആത്മീകമായി ഇന്ന് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണം, അവന്റെ ശബ്ദം കേൾക്കണം, അവന്റെ ഇഷ്ടം അറിയണമെന്ന് പറയുമ്പോൾ ഇത് പരിചയമില്ലാത്തവരല്ല ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, പരിചയമുള്ളവരാണ്.
പരിചയമുള്ളവരായ നമ്മൾ ഈ ദൈവത്തിന്റെ ഹിതത്തെ പലപ്പോഴും മനസ്സിലാക്കാതെ, ചോദിക്കാതെ മുൻപോട്ട് പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അത് ഉണ്ടാകരുത് എന്നാണ് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ളത്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എന്റെ ഇഷ്ടം അല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. തന്റെ ഇഷ്ടം ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ കർത്താവ്. പക്ഷേ ആ കർത്താവ് പോലും തന്റെ ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ 100% പിതാവിന്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു. എങ്കിൽ ദൈവമക്കളെ, നാം എത്ര അധികം നാം അതിനൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇനി മുൻപോട്ട് പോകട്ടെ. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം ചോദിച്ചിരുന്ന ഒരു തലമുറ ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇന്ന് പലപ്പോഴും അതൊന്നൊക്കെ ചോദിക്കൽ കുറവാണ്. ഇന്ന് നാം അങ്ങ് തീരുമാനിച്ച് അങ്ങ് നടപ്പിലാക്കാണ്. എന്നാൽ ഒരു കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഏത് കാര്യത്തിനും ചെറുതാകട്ടെ വലുതാകട്ടെ, ഇവൻ ഒരു പേന മേടിക്കാനാണെങ്കിൽ പോലും കർത്താവ് ഏതായിരിക്കും നല്ലത് കിട്ടുക എന്ന് ചിന്തിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന, ആലോചന ചോദിച്ചിരുന്ന ഒരു കാലം. ഇന്ന് പേന പോയിട്ട് കാറ് മേടിക്കാൻ പോലും ഒരാലോചനയില്ല. എന്തായാലും കാശുണ്ട്, ഞാൻ മേടിക്കണമെന്ന് ആർക്കാ പരാതി? അപ്പോൾ ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞിരുന്നതിൽ നിന്നും തങ്ങൾക്ക് ബോധിച്ചതുപോലുള്ളതായ ഒരു ജീവിതം, അതിന്റെ പേരായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെ വായിക്കുന്നത് അപ്പോസ്റ്റസി എന്നൊരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇസ്രായേൽ മക്കൾക്ക് എന്താ പറ്റിയത്? വിശ്വാസത്യാഗം. അവിടെ വായിക്കുന്നത് എ ഫാളിങ് എവേ, അവർ വീണു പോകത്തക്കവണ്ണം, അവർ തെറ്റിപ്പോകുന്ന ഒരു തലമുറയാകത്തക്കവണ്ണം അവർ മാറ്റപ്പെട്ടു. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ചാൽ ഒറ്റയടിക്കല്ല ഇത് സംഭവിച്ചത്. അവിടെ നമുക്കറിയാം, ഞാൻ അതൊക്കെ പിന്നാലെ വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് പറയും, ഇത്ര വർഷം അവർ ഇന്ന രാജ്യക്കാർക്ക് അടിമകളായിരുന്നു, പിന്നത്തേതിൽ ദൈവം ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു, അടുത്ത ഒരു 40 കൊല്ലം അവർക്ക് സ്വസ്ഥത ഉണ്ടായി. അങ്ങനെ പലരെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു നീണ്ട നാളുകൾ ഈ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവരുടെ ജീവിതം ഇങ്ങനെ കയറിയും ഇറങ്ങിയും അനേക തലമുറകൾ തന്നെ എന്ത് ചെയ്യപ്പെട്ടു? ഇങ്ങനെയുള്ള ഒരവസ്ഥ. ദൈവ ഇഷ്ടം ചോദിക്കുന്നവരും അപ്പോൾ തന്നെ പരാജയം അനുഭവിക്കുന്നവരുമായിട്ടുള്ള ഒരു തലമുറയായിട്ടാണ് അവർ മാറ്റപ്പെട്ടത്. ഇതൊക്കെ ഞാൻ ഇന്നത്തെ തലമുറയുമായിട്ട്, ഇന്നത്തെ നമ്മുടെ സഭാ ജീവിതവുമായിട്ടൊക്കെ ഞാനിങ്ങനെ ധ്യാനിക്കുകയും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒട്ടും വ്യത്യസ്തമല്ല ഇന്നത്തെ തലമുറകളും, അല്ലേ? ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് എന്തുമാത്രം താഴേക്കാണ് ഓരോരുത്തരും പോന്നിരിക്കുന്നത് എന്ന് നമ്മളും തിരിച്ചറിയണം. വിശ്വാസത്യാഗം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ അധപ്പതിക്കപ്പെട്ട ഒരു തലമുറയായിട്ട് മാറിപ്പോയി. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ ലേഖന പഠനത്തിൽ പറഞ്ഞ വിശദമായി ധ്യാനിച്ച ഒരു വിഷയമാണ്. ആദ്യമേ എന്ത് സംഭവിക്കണം? വിശ്വാസത്യാഗം സംഭവിക്കണം. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ ത്യജിക്കുന്ന, 1 തിമോത്തിയോസ് 4:1 അവിടെ വായിക്കുന്നുണ്ട്, അനേകർ വിശ്വാസം ത്യജിക്കുന്ന, വിശ്വാസത്തെ ഉപേക്ഷിക്കുന്ന ഒരനുഭവം ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണുന്നില്ലേ? ഇന്ന് വേർപെട്ടതായിരിക്കുന്ന സമൂഹത്തിലേക്ക് നോക്കിയാൽ പോലും നമുക്കറിയാം, എത്രയോ യുവാക്കന്മാർ ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വാസത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഒരുപാട് ന്യൂജൻ സഭകളുണ്ട്. അവിടെയൊക്കെ ഇന്ന് ഒരുപാട് ആളുകൾ തടിച്ചുകൂടുകയാണ്. ഇഷ്ടം പോലെ എറണാകുളം ഭാഗത്ത് തന്നെ
എത്രയോ യുവതി യുവാക്കന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്നതായിരിക്കുന്ന സഭാ കൂടിവരവുകൾ എന്ന നിലയിൽ അവിടെ ഉണ്ട്. അവിടെ എല്ലാ ഞായറാഴ്ചയും അവിടെ ചെന്നാൽ മതി. വേറെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പട്ടത്തിന്റെ നൂലും അവിടെ ഇല്ല. അവർക്ക് ചെല്ലാം, ആടാം, പാടാം, തുള്ളാം, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം. എന്നിട്ട് അവിടെ വന്നാൽ മതി. ഞായറാഴ്ച യോഗത്തിന് എന്ന പേരിൽ കടന്നു വന്നാൽ മതി. എന്താണ്? വിശ്വാസം ത്യജിക്കുന്ന, വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്ന ഒരു തലമുറയായി അത് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ വീണു പോകുന്നതായ ഒരു തലമുറ ഇന്നിന്റെ മണ്ണിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി അത് ചോദിച്ച് അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ചിരുന്ന ഇസ്രായേൽ മക്കൾ ഇന്ന് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ആകുവാൻ കാരണമായിട്ട് തീർന്നു. അതിലേക്ക് നയിച്ച കാരണം എന്താണ്? അത് നമുക്ക് അല്പ സമയം കൊണ്ട് ധ്യാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം 11 മുതൽ 15 വരെ വായിക്കണം. എല്ലാം ഞാൻ വായിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. അവിടെ വായിക്കുന്നത്, എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. അവിടെ എന്താ വായിച്ചത്? ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ദൈവത്തെ അറിയാത്ത ഒരു തലമുറയായിട്ട് മാറ്റപ്പെട്ടു. എന്നാൽ അവരെ കുറിച്ച് ദൈവം കൺസെപ്റ്റ് ചെയ്തത് ഇസ്രായേൽ മക്കൾ എന്ന് തന്നെയാണ്. ഈ പുസ്തകം എഴുതിച്ചപ്പോൾ അവരെ വേറൊരു ജാതി എന്നല്ല ദൈവം വിളിച്ചത്, ഇസ്രായേൽ മക്കൾ എന്ന് തന്നെയാ വിളിച്ചത്. പക്ഷേ അവരെന്ത് ചെയ്തുവെന്നാണ്? അവര് യഹോവയ്ക്ക് അനിഷ്ടമായത് അവർ ചെയ്തു. ഇസ്രായേൽ ഡിഡ് വാട്ട് വാസ് ദ ഈവിൽ ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിൽ എന്താണോ പൈശാചികമെന്ന് ദൈവം പറഞ്ഞത് അത് ചെയ്യുവാൻ അവർ അവരെ തന്നെ സമർപ്പിച്ചു. വളരെ സ്നേഹത്തോടും വളരെ വിനയത്തോടും കൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തെയും നാം ഒന്ന് പരിശോധിക്കണം. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ നാം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കാം, പക്ഷേ അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നല്ലതാകണം എന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ കർത്താവെ ഞാൻ ചെയ്യുന്ന കാര്യം ഇഷ്ടമാണോ അനിഷ്ടമാണോ? സഹോദരന്മാർ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഇഷ്ടമാണോ എന്നുള്ളതല്ല. എൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതല്ല. എൻ്റെ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ശീലിക്കുന്ന കാര്യങ്ങൾ അത് എൻ്റെ ദൈവത്തിന്റെ മുൻപാകെ ഇഷ്ടമാണോ അല്ലയോ? നാം വളരെ വിനയത്തോടുകൂടെ അത് ചോദിക്കണം. അങ്ങനെ ദൈവത്തിന് അനിഷ്ടമായിരിക്കുന്നത് യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. 3-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ കുറിച്ചെടുക്കുന്നവർക്ക് 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും 3:12, 4-ാം അധ്യായം 1, 6-ാം അധ്യായം 1, 13-ാം അധ്യായം 1 ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് തന്നെയാണ്. ദാവീദിനെ കുറിച്ച് നമ്മൾ അത് വായിക്കുന്നുണ്ട്. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായി. ദാവീദ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ, ഇല്ലേ? തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ അവൻ ചെയ്തു. എന്നാൽ അതവന് പാപമായിട്ട് അവന് തോന്നിയില്ല. അതവന് യോഗ്യമാണെന്നാ കരുതിയത്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് കുറിച്ചു വെച്ചപ്പോൾ ഇങ്ങനെയാണ് കുറിച്ചത്. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമാണ്. നമ്മളും ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ചെയ്യുന്നത്
ഞാൻ ഈ ചെയ്തത് അങ്ങേക്ക് ഇഷ്ടമായോ ഇല്ലയോ? എനിക്ക് പ്രധാനം അങ്ങയുടെ ഇഷ്ടമാണ്, എനിക്ക് അത് മതി എന്ന് തീരുമാനിക്കുവാൻ കഴിയുന്നിടത്താണ് ദൈവമക്കളെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇവർ ചെയ്ത അനിഷ്ടമായ കാര്യം എന്താണ്? അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ഓടിച്ച് ഞാനൊന്ന് വായിക്കാം. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. അവിടെ ഏത് കാര്യമാണോ ദൈവം അരുത് എന്ന് പറഞ്ഞത്, ആ കാര്യം ചെയ്തതാണ് ദൈവത്തിന്റെ മുൻപാകെ അനിഷ്ടമായിട്ട് തീർന്നത്. ഇസ്രായേൽ മക്കൾ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ദൈവം വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ദൈവത്തെ മറന്ന തലമുറ ആദ്യം ചെയ്തത് എന്താണ്? അവർ വിഗ്രഹത്തെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെയൊക്കെ ആത്മീകമായ വലിയ ആഴമേറിയ അർത്ഥമുണ്ട്. ഒരു വ്യക്തി ദൈവത്തിൽ നിന്നും അകന്നാൽ അവൻ ഉടനെ പോകുന്നത് എവിടേക്കാണ്? വിഗ്രഹങ്ങളിലേക്കാണ്. ഉടനെ ദൈവത്തിന് അനിഷ്ടമായുള്ള പ്രവൃത്തി ചെയ്യുന്നതിലേക്കാണ് അവൻ പോകുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് പറയുമ്പോൾ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിച്ച വാക്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അവരവിടെ നടത്തുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ കഴിഞ്ഞ ദിവസം വിസിറ്റിംഗ് നടത്തിയ സമയത്ത് ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ വിഗ്രഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു ദൈവം എന്ന ആ ഒരു കാര്യത്തെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന എന്തെങ്കിലും ഒരു രൂപം നമുക്ക് അത് വേണ്ടേ, അത് കാണണ്ടേ? ദൈവം എന്ന് പറയുമ്പോൾ ഒരു രൂപം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണ്ടേ? ഇപ്പോ കുര്യാജ്ഞനൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രദറൻ പശ്ചാത്തലത്തിലായതുകൊണ്ട് അത്രത്തോളം ഒരു പക്ഷേ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഈ യാക്കോബായ കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരെ സംബന്ധിച്ച് യേശു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചിത്രം വേഗം ഓടി മനസ്സിലേക്ക് വരും. അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ അത് യേശുവിന്റെ രൂപമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വേഗത്തിൽ കടന്നു വരും. ഇനി ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലോ അവര് പോയിക്കൊണ്ടിരുന്നതായ ആ വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ആ ദേവീ ദേവന്മാരെ കുറിച്ചുള്ളതായ ഒരു ചിത്രം അവരുടെ മനസ്സിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഉള്ളതായിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്ന് പറഞ്ഞാൽ കാണാനും ഒന്ന് തൊടാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും വേണം എന്നുള്ള ഒരു ചിന്തയാണ്. ഈ ചിന്ത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ 32-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത് എന്താണ്? അതിന്റെ 2-ാം ഭാഗം മാത്രം ഞാൻ വായിക്കുന്നു. നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഇസ്രായേൽ മക്കൾ അവര് ഈ മോശയോട് ചോദിക്കുകയാണ്, അഹരോനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവം വേണം. ഇതുവരെ ആര് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു? മോശ.
മോശ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു കാര്യം വന്നാൽ പറയാൻ ആളുണ്ടായിരുന്നു, അവൻ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ഇടപെട്ടിരുന്നു. മോശ ഇന്ന് പർവ്വതത്തിലേക്ക് കയറിപ്പോയി, ദിവസം ഏറെയായി, അവൻ മടങ്ങി വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് കാണത്തക്കവണ്ണം മുമ്പിൽ നടക്കാൻ ഒരാൾ വേണം. ഉടനെ അഹരോൻ പറഞ്ഞു, എന്താ? കുണുക്കുകളെല്ലാം കൊണ്ടുവന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അത് വാങ്ങി കൊത്തുളി കൊണ്ട് രൂപം വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. എന്നാൽ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഹരോൻ പറയുന്ന കാര്യം, അവർ അത് എൻ്റെ പക്കൽ തന്നു, ഞാനത് തീയിലിട്ടു, ഈ കാളക്കുട്ടി പുറത്തു വന്നു എന്നാണ്. അപ്പോൾ ചില ദൈവദാസന്മാർ അതേക്കുറിച്ച് പറഞ്ഞത്, അവർ കൊത്തി ഉണ്ടാക്കാനും നിന്നില്ല, ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ തന്നെ പിശാച് അവിടെ പ്രവർത്തിച്ച് ഈ ആഭരണങ്ങളെല്ലാം കൂട്ടി തീയിലേക്ക് ഇട്ട മാത്രയിൽ തന്നെ എന്ത് സംഭവിച്ചു? ഒരു കാളക്കുട്ടിയായി അത് പുറത്തേക്ക് വന്നു. അപ്പോൾ ദൈവം ഏതൊരു കാര്യമാണോ അരുത് എന്ന് പറഞ്ഞത് ഏറെ കാലം കഴിയും മുമ്പ് തന്നെ, അല്ല, മോശയോട് ഈ കാര്യം ദൈവം പർവ്വതത്തിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ അതിന്റെ ലംഘനം നടന്നു എന്നാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു വന്നത്, അന്നുണ്ടായിരുന്ന ആ ജനത്തിന് അവരുടെ ഹൃദയത്തിലൊരു താല്പര്യമുണ്ടായി, ഞങ്ങൾക്ക് മുൻപിൽ നടക്കാനായിട്ട് എന്തെങ്കിലും വേണം, കാണാനും കേൾക്കാനും എന്തെങ്കിലും ഒന്ന് വേണം. ആ ചിന്ത, അതിൻ്റെ ചില ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതിൻ്റെ 6-ാമത്തെ വാക്യം, അല്ല, അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നു, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. അതിൻ്റെ 25-ാം വാക്യം, വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടു. എന്താ സംഭവിച്ചത്? വാർത്തുണ്ടാക്കിയതായ ഒരു കാളക്കുട്ടി അവരുടെ മുൻപിലേക്ക് വന്നപ്പോൾ അതെന്തിനു വഴിതെളിച്ചുവെന്നാണ്? വിരോധികൾക്ക് പരിഹാസമുണ്ടാകുന്നതിന് കാരണമായി. ആ വിഗ്രഹത്തിന്റെ മുൻപാകെ അവർ എന്ത് ചെയ്തുവെന്നാണ്? 6-ാം വാക്യത്തിന്റെ ഒടുവിൽ, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. 7-ാം വാക്യം, അവർ തങ്ങളെ തന്നെ വഷളാക്കി, തങ്ങളെ തന്നെ വഷളാക്കി എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ അറിയേണ്ട കാര്യം, അവര് ഹാസ്യമാകത്തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് നേക്കഡ് എന്നാണ്. ഈ വിഗ്രഹത്തിന്റെ മുൻപാകെ ഇസ്രായേൽ മക്കൾ തങ്ങളെ തന്നെ നഗ്നരാക്കി. ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം അവരുടെ ആഗ്രഹപ്രകാരം ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി കിട്ടിയപ്പോൾ ആ വിഗ്രഹത്തിന് മുൻപാകെ അവർ തങ്ങളെ തന്നെ എന്താക്കി തീർത്തു? നഗ്നരാക്കി. അതാണ് ഇവിടെ 7-ാം വാക്യത്തിൽ വായിച്ചു, തങ്ങളെ തന്നെ അവർ വഷളാക്കി. അവിടെ അവര് എല്ലാം അങ്ങ് മറന്നു, തങ്ങൾ ആരാണെന്ന് മറന്നു, തങ്ങളുടെ ജീവിതത്തെ മറന്നു, തങ്ങളുടെ പൊസിഷനെ മറന്നു. എന്നിട്ട് എന്താ ചെയ്തത്? തങ്ങളുടെ വസ്ത്രമെല്ലാം വലിച്ചൂരിക്കളഞ്ഞ് ആ വിഗ്രഹത്തിന് മുൻപാകെ ദൈവത്തിന് എന്ന പേരിൽ അവർ ആഘോഷം അങ്ങ് നടത്തി എന്നുള്ളതാണ്. കാര്യങ്ങൾ പോയ പോക്ക് നിങ്ങൾ കാണണം. നമുക്കറിയാം, ഇത് കണ്ടിട്ടാണ് ദൈവം മോശയോട് പറഞ്ഞത്, എന്നെ അങ്ങ് വിടുക, ഞാൻ ഈ ജനത്തെ എന്ത് ചെയ്യാൻ പോണ്? ഞാൻ നശിപ്പിക്കുവാൻ പോകുകയാണ്. അപ്പോൾ ഓർക്കുക, ഒരു രൂപം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ വേണമെന്നുള്ളതായ ആ കൺസെപ്റ്റ് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതിലേക്ക് വഴിമാറി. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതെന്തിലേക്ക് വഴിമാറി? വലിയ മ്ലേച്ഛത പ്രവർത്തിക്കുന്നതിലേക്ക് അത് വഴിമാറി. ഇന്ന് എന്താ നമ്മൾ കാണുന്നത്? ഈ വിഗ്രഹങ്ങൾ കാണുന്നിടത്തെല്ലാം നാട്ടി ജനത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ജനത്തിന്റെ അവസ്ഥ എത്രയോ മ്ലേച്ഛകരം, എത്രയോ വൃത്തികേടുകളാണ് ഈ വിഗ്രഹങ്ങൾ ഉള്ളിടത്തെല്ലാം ഇന്ന് നടമാടുന്നത് എന്നത്
ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാകുന്നതായ കാര്യം തന്നെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഏതൊരു ആ ദൈവമെന്ന ആ രൂപം മനസ്സിൽ വേണം എന്നുള്ളതായ തോന്നലിൽ അവരുണ്ടാക്കിയ വിഗ്രഹങ്ങൾ അത് അവരുടെ നാശത്തിന് തന്നെ കാരണമായിട്ട് തീർന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 4:12 അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. അവിടെ ശ്രദ്ധിച്ച് നാം കേൾക്കണം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. നമ്മുടെ ദൈവത്തിന് ഒരു രൂപം ഇല്ല. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മറ്റൊരു കാര്യം കൂടെ ആ വാക്യത്തോട് ചേർത്ത് ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു വാക്ക് അവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ 2-ാം ഭാഗം. ഞാൻ എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ഒന്നും ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയണം. എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ദൈവത്തിന്റെ സ്മരണ കർത്താവിന്റെ നാമത്തിൽ പണിയുന്ന ആ ആലയത്തിൽ ഉണ്ടാകും. അതിന് പ്രത്യേകിച്ച് രൂപത്തിന്റെയോ ഫോട്ടോയുടെയോ ആവശ്യം ഇല്ല. അവിടെ വന്ന് ഞാൻ അനുഗ്രഹിക്കും. ഇന്ന് നമ്മുടെ കൺസെപ്റ്റിൽ എന്താണ്? ആരാ ഈ ദൈവത്തിന്റെ മന്ദിരം? നമ്മൾ ഓരോരുത്തരുമാണ് ആ ദൈവത്തിന്റെ മന്ദിരം. നമ്മുടെ ഹൃദയത്തിൽ ആര് വസിക്കുന്നു? ഈ ജീവനുള്ള ദൈവം വസിക്കുന്നു. അപ്പോൾ ജീവനുള്ള ദൈവം വസിക്കുന്നിടമായ എന്നെ എൻ്റെ ദൈവം വന്ന് എന്തു ചെയ്യും? അനുഗ്രഹിക്കും. അവിടെ പ്രത്യേകിച്ചൊരു രൂപത്തെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചൊരു ബിംബത്തെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ അപ്പുറമായിട്ട് യേശു കർത്താവിന് ഹൃദയം കൊടുത്ത ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലും യേശു കർത്താവ് വസിക്കുന്നു. ആ സ്മരണ നമ്മുടെ കർത്താവിനെ സ്മരിക്കുമ്പോഴെല്ലാം നാം അവന്റെ ആലയമാണ് എന്നതുകൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ആകാശവും ഭൂമിയും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ കൈപ്പിണിയായ ക്ഷേത്രത്തിന്റെ ആവശ്യം ഇല്ല. കൈപ്പിണിയായ ക്ഷേത്രങ്ങളിൽ അല്ല അവൻ വസിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളിലാണ് അവൻ വസിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കെ ഇതാണ് നിയമം, ഇതാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുത്തത്. ആ നിയമം ഉണ്ടായിരിക്കുകയാണ് ഇവരെന്ത് ആവശ്യപ്പെട്ടത്? ഞങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ ഒരു ദൈവം വേണം. അപ്പോൾ അപകടത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. അത് അവരുടെ നാശത്തിന് കാരണമായി ജനം കെട്ടഴിഞ്ഞ് നടക്കുവാൻ അത് കാരണം. നേരത്തെ പറഞ്ഞതുപോലെ വിഗ്രഹാരാധികളുള്ള അല്ലെങ്കിൽ വിഗ്രഹാരാധികളുടെ സ്വഭാവത്തെ നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കെട്ടഴിഞ്ഞു നടക്കുന്ന ജീവിതമാണ്. അവിടെ ഒരു വാക്കിങ്ങനെയുള്ളത് നിർമര്യാദ എന്ന് പറഞ്ഞാൽ, മര്യാദ എന്ന് പറയുന്നത് ഇവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. ആര്? ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരിൽ എന്തില്ല? മര്യാദ എന്ന് പറയുന്നത് 7 അയൽവക്കത്ത് പോയിട്ടില്ല. ഇത് നാം മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം പ്രതിഷ്ഠിച്ച് ആ ദൈവത്തെ വിശ്വസിച്ച് അവന് വേണ്ടി ജീവിക്കുന്നവരായ നമ്മൾ ആ ദൈവഹിതത്തിൽ നിന്ന് മാറിയാൽ നാം മര്യാദ കെട്ടവരായിട്ട് മാറും. അങ്ങനെ ഉണ്ടാകുവാനായിട്ട് പാടുള്ളതല്ല. ഇനി ആ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നാം അവിടെ വായിച്ചു, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നാം കാണുന്നത് എന്താണ്? ബാൽ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു. അതിന്റെ 2:12 നമ്മൾ വായിക്കുന്നു, തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു. തങ്ങളുടെ ദൈവമായ യഹോവയെ അവർ ഉപേക്ഷിച്ചു.
എന്നിട്ട് അതിന് വീണ്ടും വായിക്കുന്നു, യഹോവയെ കോപിപ്പിച്ചു. മനസ്സിലായോ? ദൈവ ഇഷ്ടം ചോദിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് തങ്ങളോട് ദൈവം കൽപ്പിച്ചിരുന്ന, അരുത് എന്ന് പറഞ്ഞിരുന്ന വിഗ്രഹത്തെ അവർ ഉണ്ടാക്കി. ആ നിലയിൽ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ അവരെന്താ ചെയ്തത്? യഹോവയെ അവർ ഉപേക്ഷിച്ചു. യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ജനം യഹോവയെ ഉപേക്ഷിച്ചു, പരിശുദ്ധനെ അവർ നിരസിച്ചു, അവർ പുറകോട്ട് മാറിയിരിക്കുന്നുവെന്നാണ്. ഇന്നവർക്ക് ആര് വേണ്ട? ഇന്നവർക്ക് ദൈവം വേണ്ട. ഇന്നവർക്ക് ആര് മതി? കാണുവാൻ തക്കവണ്ണമുള്ള ഒന്നിന് അവർക്ക് മതി. അവർക്ക് വിഗ്രഹങ്ങൾ മതി. അവർക്ക് അതിന്റെ മുമ്പിൽ പോയി വീണാൽ മതി. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. യെശയ്യാവിന്റെ ആ 1-ാം അധ്യായം നമുക്ക് പരിചയമുള്ളതാണല്ലോ. ദൈവത്തിൽ നിന്നും അകന്നു മാറി. ദൈവം പറയുന്നുണ്ട്, ഒരു കാളയ്ക്ക് തന്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ അറിയാം, പക്ഷെ എന്റെ ജനത്തിന് തങ്ങളുടെ ദൈവത്തെ അറിഞ്ഞുകൂടാ. അത്രമാത്രം ജനം ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ ഇടയായി തീർന്നു. അതിനാൽ എന്താ സംഭവിച്ചത്? അവരെ യഹോവയെ കോപിപ്പിച്ചു. ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ക്രോധം. യോഹന്നാൻ 3:36 അങ്ങനെയാണല്ലോ വായിക്കുന്നത്, അനുസരിക്കുന്നവർക്ക് നിത്യജീവൻ, വിശ്വസിക്കാത്തവർക്കോ ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ കോപവും ദൈവത്തിന്റെ ക്രോധവും എപ്പോഴാണ് നമ്മുടെ മേൽ വരിക? ദൈവകൽപ്പനയെ നമ്മൾ ലംഘിക്കുമ്പോൾ. അത് വിഗ്രഹം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലും ദൈവ ഇഷ്ടം അനുസരിക്കാതെ നാം പുറകോട്ട് മാറിയാൽ അത് ദൈവത്തെ കോപിപ്പിക്കുന്ന ഒന്നാണ്. ഇനി ആ 2-ാം അധ്യായത്തിന്റെ ന്യായാധിപന്മാർ 2:14 വരുമ്പോൾ, യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു, അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു, ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റ് കളഞ്ഞു, ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ പിന്നെ അവർക്ക് കഴിഞ്ഞില്ല. ദൈവം അവർ എന്തു ചെയ്തുവെന്നാണ്? കവർച്ചക്കാരെ ഏൽപ്പിച്ചു, മോഷ്ടിക്കുന്നവരെ ഏൽപ്പിച്ചു. യെശയ്യാവ് 42:22 വാക്യം അവിടെ യെശയ്യാവ് പറയുന്നുണ്ട്, എന്നാൽ ഇത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജനമാണ്, കുഴികളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ജനമാണ്, കവർച്ചയായി പോയിരിക്കുന്ന ജനമാണ്, അവരെ മടക്കി തരിക എന്നാരും പറയുന്നില്ല. എന്താ കവർച്ചയായി പോയി, മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, 1 കോടി രൂപ വിലയുള്ള ഒരു വസ്തു ഒരുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അവനൊരു 50,000 കിട്ടിയാലും ചിലപ്പോൾ അവൻ അത് കൊടുത്ത് കാശാക്കും. എന്താ അതിന്റെ കാരണം? അവൻ ആ വസ്തുവിന്റെ മൂല്യത്തെ ഇല്ലാതെ കണ്ടു, ഇല്ലേ? ആ വസ്തുവിന്റെ മൂല്യത്തെ അവൻ ഒന്നുമില്ലാതെ ആക്കി തീർത്തു. മോഷ്ടിക്കപ്പെട്ടു, നാം കവർച്ചയായി പോയി എന്ന് പറഞ്ഞാൽ, യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമെന്ന് എണ്ണിയിരിക്കുന്നു. ആ സ്ഥാനത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ വിലയില്ലാത്ത, മാന്യതയില്ലാത്ത, വില കുറഞ്ഞ ആളുകളായി നമ്മൾ മാറ്റപ്പെടും. നമ്മൾ മനസ്സിലായോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് യോഗ്യമല്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ മാന്യത കിട്ടേണ്ട നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മാന്യതയ്ക്ക് പകരമായിട്ട് മാന്യത നഷ്ടപ്പെട്ട ഒരുവരായി നമ്മൾ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവം നമ്മെ മാന്യതയുള്ളവരാക്കിയാണ് മാറ്റിയത്. പക്ഷേ ആ മാന്യത നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ എനിക്കും നമുക്കും കിട്ടുന്നില്ലെങ്കിൽ കാരണം മറ്റാരുമല്ല, നാം ചെയ്യുന്ന പാപങ്ങൾ ആണ് അതിന്റെ കാരണം. അപ്പോൾ ദൈവത്തെയും അവന്റെ പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് ചെറുതല്ല. ആദ്യം ദൈവഹിതം ആരാഞ്ഞിരുന്ന സ്ഥാനത്തിരുന്ന് ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ തങ്ങളുടെ ഇഷ്ടം ചെയ്യുന്ന രീതിയിലേക്ക് ജനം അധപ്പതിക്കപ്പെട്ടു. അതിന്റെ കാരണം എന്തായിരുന്നു? യഹോവയ്ക്ക് അനിഷ്ടമായത് അവർ ചെയ്തു. യഹോവയുടെ അനിഷ്ടം എന്തായിരുന്നു? ദൈവം അവരോട് കൽപ്പിച്ചിരുന്ന കൽപ്പനകളെ നഗ്നമായി അവർ ലംഘിച്ചു. ആ ലംഘനം
ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരുവാൻ കാരണമാണ്. ആ ദൈവത്തിന്റെ കോപം കാരണം മറ്റുള്ളവർക്ക് വിറ്റുകളയത്തക്കവണ്ണം, കവർച്ചയായി കൊണ്ടുപോകത്തക്കവണ്ണം ദൈവജനത്തിനുള്ള എല്ലാ സുരക്ഷിതത്വവും ദൈവം ഇല്ലാതാക്കി. പ്രിയ ദൈവമക്കളെ, നാം ഭയപ്പെടണം. ഇത് പഴയ നിയമത്തിലെ കാര്യമാണ് എന്ന് വിചാരിച്ച് നാം ഇതിനോട് നിസ്സാരമായിട്ട് കാണരുത്. വളരെ ഗൗരവത്തോടെ നാം ഈ വചനങ്ങളെ ചിന്തിക്കണം. ഞാനാകട്ടെ, നമ്മളാകട്ടെ, വചന ലംഘനം എവിടെ വന്നുവോ ദൈവത്തിന്റെ കോപമുണ്ടാകും. ദൈവത്തിന്റെ സംരക്ഷണം നമ്മെ വിട്ടു പോകുവാൻ അത് കാരണമാകും. ദൈവനാമം ജാതികളുടെ മധ്യേ അത് ദുഷിക്കപ്പെടുവാൻ കാരണമാകും. അങ്ങനെ ഉണ്ടാകാതിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പഠന മുഖാന്തരവും നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.